കുട്ടികളുടെ ആരോഗ്യം. നമുക്കറിയാം, കുട്ടികൾ എപ്പോഴും ആരോഗ്യത്തോടു കൂടിയിരിക്കണം. എവിടെ നിന്നാണ് നമുക്ക് കുട്ടികളുടെ ആരോഗ്യം തുടങ്ങേണ്ടത്? ഹെൽത്തി ആയിട്ടുള്ള സ്പേമും ഓവും ഫ്യൂസ് ചെയ്യുമ്പോഴാണ് നല്ല ഹെൽത്തി ചൈൽഡ് ഉണ്ടാവുന്നത്. നമ്മൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അമ്മമാരുടെ ആഹാരവും അതേപോലെ തന്നെ വിഹാരവും അവരനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും കുട്ടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കും. നല്ല ചിന്താഗതികൾ ഉണ്ടാവുക, നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അമ്മ വളരെ മനസ്സമാധാനത്തോടു കൂടി പോവുക, ഇതെല്ലാം കുട്ടിയുടെ ആരോഗ്യത്തിന് പ്രദാനം ചെയ്യും. ഇനി പ്രസവ സമയത്താവട്ടെ, നല്ല രീതിയിലുള്ള പ്രസവം, നമുക്ക് സുഖമായിട്ടുള്ള പ്രസവം ഉണ്ടാവാം, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ വേക്വം ഡെലിവറി, അല്ലെങ്കിൽ ഫോഴ്സപ്സ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള 4 തരത്തിലുള്ള ഡെലിവറികളുണ്ട്. ഇതിൽ എപ്പോഴും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത ഫോഴ്സപ്സ് ഡെലിവറിക്കും വേക്വം ഡെലിവറിക്കാണ്. അങ്ങനെ നമ്മൾ ഉടനടി അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷൻ ഡെലിവറി കഴിഞ്ഞാൽ ഉടനടി കുട്ടിയെ വളരെയധികം ശ്രദ്ധാപൂർവം പരിശോധിക്കേണ്ടതും അതിനു വേണ്ട പരിചരണങ്ങൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറികളിൽ മിക്കതും കുട്ടികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം. ഓക്സിജൻ ലെവല് ബ്രെയിനിലേക്ക് കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ബ്രെയിൻ സെൽസിന് വരുന്ന ഡാമേജ്, അതേപോലെ ജോണ്ടീസ് അഥവാ മഞ്ഞപ്പിത്തം, ചില കുട്ടികളിൽ നമ്മുടെ പുക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടാവുന്ന ചില അസുഖങ്ങൾ, ഇത്തരം എല്ലാം നമ്മൾ ആ സ്റ്റേജിൽ തന്നെ അത് കണ്ടറിയുകയും അതിനു വേണ്ട പ്രതിവിധികൾ ചികിത്സകൾ ചെയ്യുകയും വേണം.